കണ്ടോ, ആദ്യം ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ കുറിച്ച് പരിചയപ്പെടുത്തിയതുപോലെയല്ല, ഇനിയൊക്കെ അങ്ങനെ പറയുള്ളൂ. ആയിഷത്ത് റളിയല്ലാഹു അൻഹ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷത്തു തുഹ്റ റളിയല്ലാഹു അൻഹയെ തൊട്ട് റിപ്പോർട്ട്, ഖാലത്ത് മഹദി പറഞ്ഞു, ഖാലൻ നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ ഹിജ്റത ബഅദൽ ഫത്ഹി, മക്ക ഫത്ഹിന് ശേഷം ഇനി ഹിജ്റ പോകേണ്ട ആവശ്യമില്ല. മക്ക ഫത്ഹ് എന്നാണ്ടായത് നേരത്തെ പറഞ്ഞ മറന്നു. ഇവിടുന്ന് എല്ലാം പെറുക്കി എടുത്ത് കിട്ടിയതായിട്ടാണ് പോയി, അല്ലാത്തവരോ മുഴുവൻ ഒഴിവാക്കിയിട്ട് പോയി. അപ്പോ മക്കം ഫത്ഹിന് പോരുന്ന സമയത്ത് അവിടുന്ന് പോന്ന് മക്കത്ത് രണ്ട് ഭാഗത്ത് കൂടെ വന്ന് കയറി, അവിടെ കയറിയിട്ട് മറ്റുള്ളവർ ബുദ്ധിമുട്ടിച്ചിട്ടൊന്നുമില്ല. പോണ്ടവർ സ്വന്തം വീട്ടിൽ കയറി ഒളിച്ചിരുന്നോളി, കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ അബൂ സുഫിയാന്റെ വീട്ടിൽ കയറിക്കോളി, കുഴപ്പമില്ല. അല്ലെങ്കിൽ മസ്ജിദുൽ ഹറാമിൽ കയറി ഇരുന്നോളി, കുഴപ്പമൊന്നുമില്ല. എതിർക്കാൻ നേരിട്ട് വരാൻ പാടില്ല. നേരിട്ട് എന്താടാ ഞങ്ങളെ നാട്ടിൽ നിന്ന് ചോദിച്ചു വന്നാൽ പണി കിട്ടുമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. വേറൊരുക്കൊക്കെ നീട്ടും ചെയ്തു. ആ എല്ലാ ആളുകളെ പിന്നെയാണ് വിളിച്ചുകൊണ്ടിട്ട് പറഞ്ഞു, അന്തുമുത്തുലക്കാ, നിങ്ങളൊക്കെ സ്വതന്ത്രരാണ്, ഒരു പ്രശ്നമില്ല, നിങ്ങളെ മട്ടത്തിൽ പോയിക്കോളിട്ടോ എന്ന് പറഞ്ഞു. ഇനി ഞങ്ങൾ ഇവിടെ എന്താവും, ആധിപത്യം സ്ഥാപിച്ചു വെച്ചിട്ട് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടൊന്നും വരാൻ പോകുന്നില്ല എന്നാ. അതിനുശേഷം പിന്നീട് ഹിജറില്ലാന്ന്, പിന്നെ ഹിജറ ഉണ്ടായിട്ടില്ല. ഇനൊരു ഹിജറ പോകാനും പാടില്ല. ഇനി ഇങ്ങോട്ട് യുദ്ധത്തിൽ വന്നാൽ അങ്ങോട്ട് യുദ്ധം ചെയ്യുക എന്ന് മാത്രമാണ്. അതിനെ കുറിച്ചാണ് പറഞ്ഞ വിഷയം കേട്ടോ. വലാക്കിൻ ജിഹാദും വനിയ്യ, ഇനിയുള്ളത് നല്ല ഉദ്ദേശം, നല്ല ജിഹാദ്. നല്ല ഉദ്ദേശത്തിൽ ജിഹാദ്, നല്ല ഉദ്ദേശം, നല്ല ജിഹാദ് എന്ന് പറയുമ്പോ സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ചരിത്രം പറഞ്ഞുകൊടുത്ത് പറയുന്നുണ്ട്, ശത്രുവിനെ തള്ളിയിട്ട് നെഞ്ചത്ത് കയറിയിരുന്ന് വെട്ടാൻ വേണ്ടി വാളോങ്ങിയ സമയത്ത് ശത്രു കാർക്കിച്ച് മുഖത്തേക്ക് തുപ്പി എന്നാണ്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് വിട്ടിട്ട് നീറ്റു വന്നു. എല്ലാരും ചോദിച്ചു, എന്താ അലിയാര്യങ്ങൾ ചെയ്തത്? അത്രയും കഷ്ടപ്പെട്ട് തള്ളിട്ട് വീത്തിട്ട് നിങ്ങൾ ഓനെ വിട്ടിട്ട് പോന്നോ ചോദിച്ചു. ആ പോന്നു പറഞ്ഞു. എന്തേന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞത്, ഞാൻ അപ്പ അവനെ കൊലപ്പെടുത്തുകയാണെങ്കിൽ അവൻ എന്റെ മുഖത്തേക്ക് കാർക്കിച്ച് തുപ്പിയപ്പോ എനിക്കൊരു ദേഷ്യം വന്നു. ആ ദേഷ്യത്തിന് വേണ്ടിയാവില്ല, അത് അള്ളാഹുവിന്റെ മാർഗത്തിലാവൂല. ഞാൻ നീയത്തിന്റെ കനൊന്ന് പരിശോധിച്ചാൽ മതി. അത്രയും ഒരു ചാൻസ് വന്നിട്ടും അള്ളാഹുവിന് വേണ്ടി അല്ലാത്ത ഒരു ശാഖ അതിലേക്ക് കടക്കുമെന്ന് പേടിച്ചിട്ടാ. അവർക്ക് അങ്ങനെ തോന്നി, എനിക്കങ്ങനെ തോന്നണില്ല. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അല്ലെങ്കിൽ ഒരു സ്വഹാബി വര്യൻ യുദ്ധത്തിന് പോയി തന്റെ ശത്രുവിനെ കീഴ്പ്പെടുത്തിയിട്ട് അത് അള്ളാഹുവിന് വേണ്ടി അല്ലാതെ അവരെ കൊലപ്പെടുത്തൂല. തന്നെ ഇനി എന്തു ചെയ്താലും ആ ദേശത്തിനൊന്നും ചെയ്യാൻ സാധ്യതയില്ല. പക്ഷെ അവര് ചിന്തിച്ചത് അതാണ്, അഥവാ ഞാൻ കൊന്നതേറ്റ എന്റെ ദേശത്തിന് വേണ്ടിയായാൽ നമ്മളിപ്പോ എന്താ ചെയ്യല്? ഏതെങ്കിലും നിലക്ക് അല്ലെ, എന്തെങ്കിലും ഒരു പൊടി മുമ്പത്തെ തന്നെ ആ ഗ്യാപ്പ് കിട്ടിയോടുത്ത് പറയും. ആള് മറ്റാതെ ശ്രദ്ധിക്കണല്ലാണ്, ഞാൻ ഇതിനെ പറ്റി കൂടുതലൊന്നും പറഞ്ഞില്ല, ചിന്തിച്ചു നോക്കി കളാന്ന് പറയും. അത് തന്നെ, ആ ഗ്യാപ്പിൽ നമ്മളാണ് മേടും. അവരെ ചെയ്തില്ല, അത്രയും നിഷ്കളങ്കമാണ് നമ്മളോ തന്നെ പറയണത് കേട്ടോ. നിങ്ങളോട് യാത്ര പുറപ്പെടാൻ വേണ്ടി വിളിയാളം വന്നാൽ, വിളിയാളം രാത്രി പകലൊക്കെ വരും. പെട്ടെന്നുണ്ടാവും, നാളെ പോകാണ്ട് ഇന്ന് രാത്രി അണയ്ക്കാരൻ പറയും. അല്ലാതെ ഇങ്ങനെ ഒരുങ്ങി പട്ടാളായി നിൽക്കണമെന്നില്ല, പെട്ടെന്ന് പറയും. അങ്ങനെ പറഞ്ഞാൽ പംപിറോ, നിങ്ങൾ യാത്ര പുറപ്പെട്ടോളൂ എന്ന മുത്തഫഖുൻ അത് നിങ്ങളില്ലേ ഇല്ലേ? എന്താ അതിന്റെ അർത്ഥം? ലാ ഹിജ്റത മിൻ മക്കത്ത, മക്ക മുക്കറമയിൽ നിന്ന് യാത്ര പോകേണ്ടതില്ല. എന്തേ കാരണം? ലിഅന്നഹാ സൂറത്ത് ദാറുൽ ഇസ്ലാം, അത് ഇസ്ലാമിന്റെ വീടായി വീണ്ടും പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോ പിന്നെ അതിനേശം ഇനി പോകേണ്ട ആവശ്യമില്ല, ഇസ്ലാം നാട്ടിൽ നിന്ന് പോകേണ്ട ആവശ്യമില്ല. ഇൻഷാ അല്ലാഹ് എന്ത് ചെയ്യാ, ഫിഖ്ഹിലേക്ക് കടക്കലേ കടന്നോട്ടെ. അപ്പൊ 3 ഹദീസ് ഇപ്പോ ഓതി. ഇൻഷാ അല്ലാഹ് അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ.